ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഒരു ബഡ്ജറ്റ് ലെവലിലൊരു സെഡാൻ കാർ കിട്ടി അങ്ങനെ ഉണ്ടാവും. ഒരു നമ്മുടെ മാരുതിയുടെ ഡിസയറിൻ്റെ ഒരു ഡീസൽ ഓപ്ഷൻ ഉണ്ട്. അവിടെ പറഞ്ഞണം ഡീസൽ വണ്ടി ഒരു 2 ലക്ഷം റേഞ്ചിൽ കിട്ടി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ആ ഒരു വാഹനമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് നല്ല ബോഡി ക്വാളിറ്റിയുള്ള വാഹനം, നല്ല കണ്ടീഷനുള്ള വാഹനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സിംഗിൾ ഓണറാണ്. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. സിംഗിൾ ഓണർ ഡിസയർ ഈ പറഞ്ഞ എന്താ പറയുക നിസാര വിലക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റാവുന്ന ഒരു വാഹനമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രം ഈ വണ്ടിയുടെ എവിടെയൊക്കെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ കണ്ടേക്കണം. ആദ്യം വേണ്ടി കാണുന്ന സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ ഹിറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ വണ്ടി ഫുള്ളൊന്ന് കണ്ടുവരാം, അതിനുശേഷം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിയ നമ്മുടെ വാഹനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാരുതിയുടെ ഡിസയറാണ്. അപ്പോൾ ഡിസയറിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു നമ്മൾ സ്വിഫ്റ്റിൻ്റെ എക്സ്റ്റെൻഡഡ് വെർഷനായിട്ടുള്ള ഡിസയർ സെഡാൻ മോഡലായതുകൊണ്ട് ഒട്ടനവധി ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു വാഹനം കൂടിയാണ് ഈ ഒരു ഡിസയർ. പ്രത്യേകിച്ച് ഇതിൻ്റെ ഡീസൽ ഓപ്ഷനൊക്കെ ആണെങ്കിൽ നല്ല മൈലേജും കാര്യങ്ങളൊക്കെ തരുന്ന വാഹനമാണ് ഈ ഒരു ഡിസയർ. ഇത് VDI ആണ്. VDI ആയതുകൊണ്ട് തന്നെ സിംഗിൾ ഓണർ വാഹനമാണ്. അത് വേറെ സ്പെഷ്യാലിറ്റിയാണ് ഈ വാഹനത്തിൻ്റെ. സിംഗിൾ ഓണർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ എത്ര ശതമാനം ക്വാളിറ്റി കൂടി തന്നെ ആയിരിക്കും ഇത് ഉപയോഗിച്ചേക്കണേ എന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇതിന് വേറെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈസാണ്. ഇതിൻ്റെ പ്രൈസ് നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു പ്രൈസിന് വേറെ ഡിസയർ നിങ്ങൾ അധികം കേൾക്കാൻ ചാൻസ് ഇല്ല. അതൊക്കെ ഈ വാഹനത്തിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് എടുത്ത് പറയാം. പിന്നെ ഈ വാഹനത്തിൻ്റെ വേറെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബോഡി ക്വാളിറ്റിയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഔട്ട്ലുക്ക് ഞങ്ങൾക്ക് തരുന്നുണ്ട്. എല്ലാ ഭാഗവും വിശദമായിട്ട് നോക്കിയേക്കാം കേട്ടോ. നല്ല ബോഡി ക്വാളിറ്റി എന്തെങ്കിലും വാഹനമാണ്. എൻ്റെ ഫ്രണ്ടായാലും എഡ്ജായാലും എവിടെ നോക്കിയാലും നമുക്ക് ഈ വാഹനം ക്ലോസ് ആയിട്ട് ലുക്ക് ചെയ്തേക്കാം. ഫസ്റ്റ് തന്നെ ടയറിലേക്ക് പോകാം. ടയർ നമുക്ക് കാര്യമായിട്ട് ഗ്രിപ്പൊന്നും പറയാനില്ല. ഒരു 55% ഗ്രിപ്പ് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ വീൽ കപ്പ് കാര്യങ്ങളൊക്കെ വന്നേക്കണം. വീൽ ആർച്ച് നോക്കാം. വീൽ ആർച്ചൊക്കെ ഭംഗിയായിട്ട് നിൽക്കുന്ന വീൽ ആർച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും നമുക്ക് കാണാനില്ല. അതേപോലെ ബമ്പേഴ്സ് നോക്കാം കേട്ടോ. ബമ്പേഴ്സൊക്കെ നീറ്റായിട്ട് നിൽക്കുന്ന ബമ്പേഴ്സ്, പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഒഴിക്കുന്ന ബമ്പേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ എഡ്ജ് നോക്കിയേക്കാം. എഡ്ജായാലും ഒരു ക്വാളിറ്റി ഫീൽ നമുക്ക് തരുന്നുണ്ട് കേട്ടോ. വീലാർസ് കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം, ഭംഗിയായിട്ട് നിൽക്കുന്നു. അതേപോലെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെയും നമുക്കൊരു 75 to 80% ഗ്രിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ലൈൻ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അതൊന്നൊരു പ്രശ്നമൊന്നുമില്ല. ഗ്ലാസ്സൊക്കെ റീപ്ലേസ് ഒന്നുമില്ല. നീറ്റ് ആൻഡ് ക്ലീൻ ഗ്ലാസ് തന്നെയാണ്. 2 ഡോർ നോക്കിയേക്കാം കേട്ടോ. ഈ ഡോറായാലും ഇപ്പോഴത്തെ ഡോറായാലും നീറ്റാണ്. താഴത്ത് ചെറിയൊരു ഡോട്ടഡ് സ്ക്രാച്ച് നമുക്ക് കാണുന്നുണ്ട്. അത് മാത്രമാണ് ഈ വാഹനത്തിൽ 2 സൈഡ് നോക്കിയാൽ നമുക്ക് കിട്ടാനുള്ളൂ. പിന്നെ നമുക്ക് സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് വരികയാണെങ്കിൽ ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഗ്രിപ്പ് 50% ഗ്രിപ്പ് മാത്രമേ ഉള്ളൂ. അതേപോലെ ഇതിൻ്റെ വീലാർച്ച് നോക്കാം. ഇവിടുത്തെ വീലാർച്ച് നിങ്ങൾക്ക് കണ്ടോ, നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്ന വീലാർച്ച്. ബാക്ക് സൈഡിലേക്ക് വരാം. ബമ്പേഴ്സിന് മുമ്പേ നമുക്ക് പിന്നെ വിൻഷീൽഡ് നോക്കാം. വിൻഷീൽഡൊക്കെ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ല, നല്ല മനോഹരമായിട്ട് തന്നെ ഇരിക്കുന്ന വിൻഷീൽഡാണ് അങ്ങനെ കണ്ടത്. ബാക്ക് സൈഡിലേക്ക് വരുമെങ്കിൽ ടെയിൽ ലാമ്പും കാര്യങ്ങളൊക്കെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ മാരുതി സുസുക്കിയുടെ ബാഡ്ജിങ് കാണാം. നമ്മുടെ സുസുക്കിയുടെ ബാഡ്ജിങ്, അതേപോലെ തന്നെ സ്വിഫ്റ്റ് ഡിസയറിൻ്റെ ആ ഒരു ബാഡ്ജിങ് കൂടി നമുക്ക് കാണാം. ഓക്കെ, ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന ബമ്പേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് റൈറ്റ് സൈഡിലേക്ക് വരണമെങ്കിൽ ഇവിടെയും നല്ല മനോഹരമായിട്ട് നിൽക്കുന്ന ആ ഒരു എഡ്ജസ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ എൻ്റെ വീലാർച്ച് കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. ഭംഗിയായിട്ട് നിൽക്കുന്ന വീലാർച്ച് കാര്യങ്ങളൊക്കെയാണ് ഇത്. ഇനി 2 ഡോർസ് നോക്കാം. ഡോറായാലും നമുക്കിവിടെ ചെറിയൊരു പൊടിക്ക് ഡെൻറ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ സ്ക്രാച്ചും കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടാനില്ല. ഈ ബാക്ക് ഡോറായാലും അല്ലെങ്കിൽ സൈഡ് ഡോറായാലും ഇവിടെയൊക്കെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന ഡോർസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡോറിന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യാൻ നമുക്ക് ഇൻറ്റീരിയേഴ്സ് നോക്കിയേക്കാം. ഇൻറ്റീരിയേഴ്സ് നോക്കുമ്പോൾ ഇവിടെ 4 പവർ വിൻഡോസിൻ്റെ കൺട്രോൾ ബട്ടൺ കിട്ടുന്നുണ്ട്. അതുകൂടെ തന്നെ ഇൻറ്റീരിയർ ഭാഗം വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ് കവേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്ന സീറ്റ് കവേഴ്സ്. ഇൻറ്റീരിയർ ഭാഗം വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല, നീറ്റായിട്ട് ഇരിക്കുന്നു. പിന്നെ നമ്മൾ ഡിസൈറിൽ പണ്ട് കണ്ടുകൊണ്ടിരുന്ന മിഡിലെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴും കാണാം. അതേപോലെ ഇവിടെ നമുക്ക് കിലോമീറ്റേഴ്സ് എത്രയാണെന്ന് നോക്കിയേക്കാം. ഞാൻ എൻ്റെ കീ ഒന്ന് എടുക്കട്ടെ. ഇതാണ് എൻ്റെ കീ വന്നേക്കണേ. പവർ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാം 1,89,000 കിലോമീറ്റേഴ്സ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുണ്ട്. ഡീസൽ വാഹനമാകുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് കിലോമീറ്റേഴ്സൊക്കെ ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഫ്ലോറൊക്കെ നീറ്റായിട്ടിരിക്കുന്നു. ഡോറായാലും മനോഹരമായിട്ടിരിക്കുന്ന ഡോർസ്, അതേപോലെ സീറ്റ്സ് വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്ന സീറ്റ്സ് ഉണ്ട്. ബാക്ക് സൈഡിലേക്ക് പോകാം. റിയർ ഭാഗമായാലും നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന റിയർ സീറ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റൂഫിൽ ചെറിയ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ജസ്റ്റ് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു ഇൻറ്റീരിയർ ക്ലീനിങ് നമ്മൾ ഏത് വാഹനം എടുത്താലും ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നെ പേഴ്സണൽ അഭിപ്രായം. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ പാസഞ്ചർ സൈഡ് നോക്കിയേക്കാം. ഡോർ ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നീറ്റായിട്ട് ഇരിക്കുന്ന ഡോർ പാഡ്സ്, അതേപോലെ തന്നെ സീറ്റ് നോക്കാം. സീറ്റും ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്ന സീറ്റ്സ്. അതേപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ മിഡിൽസ് ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 2 ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. അതേപോലെ
ലെഗ് റൂം ഉണ്ടോ, ലെഗ് റൂം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്ന ലെഗ് റൂം. അതേപോലെ ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും നോക്കിയേക്കാം. നീറ്റായിട്ട് നിൽക്കുന്ന വാഹനം, പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും കാര്യമായിട്ടുള്ള പ്രശ്നം നമുക്ക് കാണാനില്ല. ചെറിയ സ്ക്രാച്ചസ് മാത്രമേ നമുക്ക് ബോഡിയിൽ അവിടെ ഇവിടെ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ബോണറ്റ് അപ്പ് ചെയ്യാം. ബോണറ്റ് അപ്പ് ചെയ്തതിൻ്റെ എൻജിൻ ഭാഗവും അതേപോലെ ഇതിൻ്റെ ബൂട്ടും കാര്യങ്ങളൊക്കെ നോക്കിയേക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സ്വിഫ്റ്റ് ഡിസയറിൻ്റെ ആ ഒരു എൻജിൻ റൂം കണ്ടോ. എൻജിൻ റൂം നോക്കാം. ഡീസൽ എഞ്ചിനാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഓപ്ഷനിൽ നിൽക്കുന്ന വാഹനമാണ്. എല്ലാ ഭാഗവും വിശദമായിട്ട് വളരെ സ്ലോയിൽ ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുന്നുണ്ട് കണ്ടോ. എഡ്ജ് ടു എഡ്ജ് വ്യൂ നോക്കാം. എന്തെങ്കിലും രീതിയിലുള്ള ആപ്പിളിൻ്റെ പ്രശ്നമോ എഡ്ജസിൽ പാച്ചോ കാര്യങ്ങളൊക്കെ ഇവിടെ സ്പോട്ട് ചെയ്യാവുന്നതാണ്. ക്യാമറ വളരെ സ്ലോയിലാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന ആ ഒരു സ്വിഫ്റ്റ് ഡിസയറാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ. എഡ്ജ് കൂടി നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ എൻജിൻ ഭാഗം. അപ്പോൾ എല്ലാവരും ഈ ഒരു ഡിസയർ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് വാഹനം? നല്ല വാഹനമല്ലേ? ഒരു സെഡാൻ കാറ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന റേറ്റിൽ നിങ്ങൾക്ക് സ്വന്തമാക്കിയെടുക്കാം. അതും ഡീസൽ ഓപ്ഷനാണ്. അതും നല്ല മൈലേജും കാര്യങ്ങളൊക്കെ തരുന്ന വാഹനമാണ്. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് സിംഗിൾ ഓണർ വാഹനമാണ്. പിന്നെ നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വാഹനമാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം. റേറ്റ് പറഞ്ഞേക്കുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സും പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം ലിങ്കിൽ കൂടി നിങ്ങളിലേക്ക് വരുന്നതാണ്. ഈ ഡിസൈനിൻ്റെ റേറ്റ് വന്ന് 2,38,000 2.38 lakhs. നിങ്ങൾക്ക് ഇത് നെഗോഷ്യബിൾ ആണ്. അവിടെ ആലോചിക്കണം. നമ്മുടെ കൗണ്ടിങ് കാസിന് സബ്സ്ക്രൈബറാണ് എടുത്തുകൊണ്ടേക്കുന്നത്. ചെറിയ രീതിയിൽ നെഗോഷിയേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഡിസൈൻ സ്വന്തമാണെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ താഴെ നമ്പറിലേക്ക് വിളിക്കാം. കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയേക്കാം. ചെറിയ രീതിയിൽ നെഗോഷിയേഷൻ കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ, ടേക്ക് കെയർ.